G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു കല്ലിൽ അരിവാൾ തട്ടിയപ്പോൾ അതിൽ നിന്ന് രക്തം പൊടിഞ്ഞു. പിന്നീട് ആ സ്ഥലം കേരളത്തിലെ പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായി മാറി. എന്താണ് ആ ഐതിഹ്യം? എന്തുകൊണ്ടാണ് ആയിരങ്ങൾ ഇവിടെ എത്തുന്നത്? നമുക്ക് ഇന്ന് അരയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാം. നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തിനടുത്തുള്ള പ്രശസ്തമായ അരയങ്കാവ് ഭഗവതി ക്ഷേത്രമാണ്. ഭദ്രകാളി ദേവിയുടെ ശക്തി സാന്നിധ്യമുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ പ്രധാന ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് തലമുറകളായി കൈമാറി വരുന്ന ഒരു ഐതിഹ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം കാടുപിടിച്ച സ്ഥലമായിരുന്നു. കാട് വെട്ടുന്നതിനിടെ ഒരു സ്ത്രീയുടെ അരിവാൾ ഒരു കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് രക്തം പൊടിഞ്ഞുവെന്നാണ് വിശ്വാസം. വിവരം അറിഞ്ഞ നാട്ടിലെ പ്രമുഖർ അവിടെ പൂജ നടത്തി. തുടർന്ന് ദേവിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ സ്ഥലത്ത് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. ആദ്യം ചെറിയൊരു ആരാധനാലയമായിരുന്ന ഈ സ്ഥലം പിന്നീട് ഭക്തരുടെ സഹകരണത്തോടെ ഇന്നത്തെ വിശാലമായ ക്ഷേത്ര സംഗീതമായി വളർന്നു. അരയ സമുദായക്കാർ ആദ്യം ദേവിയുടെ ദിവ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനാലാണ് ദേവിക്ക് അരയങ്കാവിലമ്മ എന്ന പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി അഥവാ ഭഗവതിയാണ്. കൂടാതെ ശിവൻ, അയ്യപ്പൻ, നാഗദേവതകൾ എന്നിവർക്കും ഇവിടെ ആരാധനയുണ്ട്. ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റി ധൈര്യവും ഐശ്വര്യവും നൽകുന്ന മാതാവായാണ് ഇവിടുത്തെ അമ്മയെ വിശ്വസിക്കുന്നത്. അരയങ്കാവ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മീനമാസത്തിലെ പൂരം ആഘോഷവും അതിനോടനുബന്ധിച്ചുള്ള ഗരുഡൻ തൂക്കം വഴിപാടുമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നു. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും അപൂർവ കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ കാണാൻ കഴിയുന്നത്. വഴിപാടുകളും അനുഭവവും, നിത്യപൂജകൾ, ദീപാരാധന, പുഷ്പാഞ്ജലി, ഭഗവതി സേവ തുടങ്ങി നിരവധി വഴിപാടുകൾ ഇവിടെ നടത്തപ്പെടുന്നു. ജീവിത വിജയം, കുടുംബ സൗഖ്യം, ആരോഗ്യലാഭം, സന്താന ഭാഗ്യം എന്നിവയ്ക്കായി ഭക്തർ ദേവിയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ പരമ്പരാഗത ക്ഷേത്ര വാസ്തുശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ശാന്തവും ആത്മീയത നിറഞ്ഞതുമായ അന്തരീക്ഷമാണ് സമ്മാനിക്കുന്നത്. ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേക സമാധാനം അനുഭവപ്പെടും. നിങ്ങൾ എറണാകുളം ജില്ലയിലേക്കോ കാഞ്ഞിരമറ്റം ഭാഗത്തേക്കോ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യസ്ഥലം തീർച്ചയായും സന്ദർശിക്കണം. ഭക്തിയും ചരിത്രവും ഐതിഹ്യവും ഒരുമിക്കുന്ന ഈ ക്ഷേത്രം നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ആത്മീയ അനുഭവം സമ്മാനിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകി നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ദേവാലയങ്ങൾ, ആത്മീയ യാത്രകൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവയ്ക്കാൻ മറക്കരുത്. കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുണ്യസ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.